ശ്രീ സേനാപതി വേണു, എന്തുകൊണ്ടാണ് ഹൈന്ദവരുടെ വികാരത്തെ വ്രണപ്പെടുത്താൻ ഇത്തരത്തിലുള്ള ഒരു നീക്കം എപ്പോഴും ഇടതിൻ്റെയും വലതിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്? നമ്മൾ പലയിടങ്ങളിലും കണ്ടതാണ് ഹൈന്ദവ വികാരത്തെ വ്രണപ്പെടുത്തുന്നത്. അത് അത്തരമൊരു പ്രവണത നിരന്തരം സൃഷ്ടിക്കുകയും അതിന്മേൽ ഇങ്ങനെ ആരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് നീതിയാണ് ലഭ്യമാക്കുന്നത് ഒരു വിഭാഗത്തിന് മാത്രം? തിരുപ്രംകുണ്ടത്ത് കാർത്തിക ദീപം തെളിയിക്കാൻ അനുമതി നൽകിയ മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ 100 MP-മാർ ഒപ്പിട്ട നിവേദനം ലോക്സഭാ സ്പീക്കർക്ക് സമർപ്പിച്ചിരിക്കുന്നത്? അവിടെ ആരുടെ വികാരമാണ് ഹനിക്കപ്പെട്ടത്? രോഹിണി, പഴയൊരു വളരെ പ്രശസ്തമായൊരു തമിഴ് ഗാനമുണ്ട്, ഞാൻ അതിലൂടെ തുടങ്ങാം. തിരുപ്പുറംകുன்றത്തിൽ നീ സിരിത്താൽ മുറുക തിരുത്തണി മലമേലെ എതിർ ഒളിക്കും എന്ന് പറഞ്ഞാൽ, തിരുപ്പുറംകുன்றത്തിൽ നിന്ന് മുറുക നിന്റെ ചിരി, ദൈവത്തിന്റെ ചിരി, അതിന്റെ ഓപ്പോസിറ്റുള്ള തിരുത്തണി മലമേലെ എതിരൊളിക്കും. അതിന്റെ റിഫ്ലക്ഷൻ അവിടെ ഉണ്ടാകുന്നു. മുരുകൻ ചിരിക്കട്ടെ, തിരുത്തണി മലയിൽ അതിന്റെ റിഫ്ലക്ഷനും ഉണ്ടാകട്ടെ, അത് സമാധാനമായിട്ട് പോകട്ടെ. ഈ വിഷയം ഞാൻ ചോദിക്കുന്നു, കഴിഞ്ഞ കൊല്ലം ആർക്കും കാർത്തിക ദീപം തെളിക്കണ്ടായിരുന്നു? ഇപ്പം ഞങ്ങളൊക്കെ ഇത് മധുരയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ്. ഒരു പക്ഷേ രോഹിണിക്ക് അറിയായിരിക്കും, മധുരയിൽ നിന്ന് വിരുദനഗർ പോകുന്ന സ്ഥലം മധുരയിൽ നിന്നൊരു 10 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇടുക്കിക്കാരായതുകൊണ്ട് ഇത് എന്താ പറഞ്ഞേ, ദൂരം വളരെ കുറഞ്ഞവരും ആ ഭാഗത്തുള്ളവരും ഒക്കെ ഞങ്ങളുടെ നാട്ടിൽ താമസിക്കുന്നവരും ആയതുകൊണ്ട് ഞാൻ ഇന്ന് ശ്രീ അഭയദേവ് ഇതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഞാൻ ഇതിനെക്കുറിച്ച് ഒരു സ്റ്റഡി തന്നെ നടത്തി. അവിടെ പരിസരത്ത് പോയിട്ടുള്ളവരും, ഞാൻ ആ ക്ഷേത്രത്തിൽ പോയിട്ടില്ല, ആ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവരും ആ ക്ഷേത്രം സന്ദർശിച്ചിട്ടുള്ളവരും ആ ദർഗ സന്ദർശിച്ചിട്ടുള്ള ആളുകളുമായി ഞാൻ കുറച്ച് ആളുകളുമായിട്ട് കഴിഞ്ഞ 2-3 മണിക്കൂർ നേരമായി ഞാൻ ചർച്ച നടത്തുകയും എന്താണ് ഇതിൻ്റെ വിഷയം എന്നുള്ളത്. അപ്പം രോഹിണി, ഞാൻ മനസ്സിലാക്കിയത്, ദാറ്റ് മേ ബി കറക്റ്റ് ഓർ റൈറ്റ്, കഴിഞ്ഞ വർഷവും ഈ പറഞ്ഞ സ്ഥലത്ത് ആരും കാർത്തിക ദീപം വിളിക്കാൻ പോയിട്ടില്ല. ഈ പറഞ്ഞ സ്ഥലത്ത് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ കൊല്ലവും പോയിട്ടില്ല. കഴിഞ്ഞ 40 കൊല്ലമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന, അതിന് മുമ്പത്തെ എന്നോട് ചരിത്രം പറഞ്ഞവർക്ക് അത്രയേ അറിയാവുള്ളൂ, ഈ പറഞ്ഞ സ്ഥലത്ത് ആരും ദീപം തെളിക്കാൻ പോയിട്ടില്ല. അവിടെ കാർത്തിക ദീപം തെളിക്കുന്നതിന് ഒരു തടസ്സമില്ല, അതിപ്പോഴും ചെയ്യാം, അതിനൊന്നും തടസ്സമില്ല. പക്ഷെ അവിടെ ഒരു ദർഗയുണ്ട്. ആ ദർഗ ഏത് കാലഘട്ടത്തിലുള്ളതാണ് എന്ന് എൻ്റെ അന്വേഷണത്തിൽ ഏതായാലും മനസ്സിലായില്ല. ഏതായാലും 100 വർഷത്തിന് മുമ്പിലെങ്കിലും ആ ദർഗ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തർക്കമറ്റ കാര്യമാണ്. അപ്പോൾ അത് ഏതോ ഒരു മുസ്ലിം പുരോഹിതനോ അല്ലെങ്കിൽ എന്താ പറയുന്നത്, അവരുടെ ഒരു ആത്മീയ ഗുരു, അത് എന്താ ആവട്ടെ, അദ്ദേഹം സമാധിയായതും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്താ പറയുക ദർഗയാണ്. അവിടെ വിശ്വാസികൾ വരികയും ആ അറിയപ്പെടുന്നത് സിക്കന്ദർ, ആ ദർഗയ്ക്ക് മേലെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ വരുന്നത് ഈ മനോരോഗികളായ, മാനസിക രോഗികളായ ആളുകൾക്ക് അവിടെ പോയി ചികിത്സിച്ചാൽ പെട്ടെന്ന് രോഗം ഭേദമാകും. അപ്പൊ ദർഗയ്ക്ക് മുകളിൽ ഈ പച്ചപ്പട്ട് കൊണ്ട് വിരിക്കുകയും ഈ രോഗികളെ ഒക്കെ അവിടെ കൊണ്ടുവരികയും അവർ സുഖം പ്രാപിച്ചു. ഇത് പടിക്കെട്ട് മുകളിൽ കയറണം, താഴെയല്ല. ഇത് വലിയ പടിക്കെട്ട് നിർമ്മിച്ച് ഇതിന്റെ ഏറ്റവും മുകളിലാണ് ഈ ദർഗ സ്ഥിതി ചെയ്യുന്നത്. ആ ദർഗയിലോട്ട് സാധാരണഗതിയിൽ ഇന്ന് വരെ ഹിന്ദു എന്താ പറയുക മുരുകവിശ്വാസികൾ പോകുന്നില്ല. മുരുകവിശ്വാസികൾക്ക് താഴെ സ്ഥലമുണ്ട്, അവർ ദർഗയിൽ പോകുന്നു. അതിന്റെ എന്താ പറഞ്ഞ ഈ ദർഗയുമായി ബന്ധപ്പെട്ട വിശ്വാസികൾ അവിടെ പോകുന്നു, പട്ട് വിരിക്കുന്നു, പ്രാർത്ഥന നടത്തുന്നു, ഒക്കെ പോകുന്നു. എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ഒരു സുഹൃത്ത് അവിടെ പഠിച്ചുകൊണ്ടിരുന്ന ഒരാൾ പറഞ്ഞത്, വെള്ളിയാഴ്ചയും അവിടെ ബിരിയാണി വിതരണം, ഇവരും പോകുമായിരുന്നു. അവിടെ ജാതി മതഭേദമന്യേ ഈ ബിരിയാണി, അത് മനുഷ്യന്റെ വിശപ്പ് കൊണ്ടോ അല്ലെങ്കിൽ കൗതുകം കൊണ്ടോ പോകുന്നതായിരിക്കും. അപ്പം ഇതിങ്ങനെ നൂറ്റാണ്ടുകളായിട്ടാണോ ഇല്ലെങ്കിൽ പതിറ്റാണ്ടുകളായിട്ട് തുടരുന്ന, അവിടെ ഒരു തർക്കവുമില്ലെന്നേ. ഈ തർക്കം, രോഹിണി, ഇത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻപ് വന്നിരിക്കുന്ന ഒരു തർക്കമാണ്. അവിടെ ഇത് വിശ്വാസത്തിന്റെ ഭാഗമോ മുരുകവിശ്വാസികളുടെ, ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാന്യായ ശ്രീ രജിത് കുമാർ പറഞ്ഞ പോലെ അവിടെ മുരുകവിശ്വാസികൾക്ക് ഒരു തടസ്സവും മുരുകവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവുമല്ല. ഇത് ചില തടസ്സങ്ങൾ താങ്കൾ പറഞ്ഞതുപോലെ എന്നാണോ ഈ പ്രശ്നം ഉണ്ടായത് ശ്രീ സേനാപതി വേണു, അത് ചില ആസൂത്രിതമായ നീക്കങ്ങളുടെ ഫലമായിട്ടാണ് എന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഇത് കാലങ്ങളായി അത്തരത്തിൽ ഹസ്രത്ത് സുൽത്താൻ സിക്കന്ദർ എന്ന പേരിലുള്ള ഒരു ബാദുഷായുടെ സിക്കന്ദർ ദർഗ എന്നറിയപ്പെടുന്നത് അതാണ്, മലയുടെ മുകളിലാണ്. പക്ഷേ കൃത്യമായി പറയുകയാണെങ്കിൽ താങ്കൾ ഈ പറഞ്ഞതുപോലെ ചില ചരിത്ര വസ്തുതകളുണ്ട്. 2024 ഡിസംബർ 27 ഒരു ഇസ്ലാം മതവിശ്വാസി അവിടേക്ക് ഈ മല കയറാൻ തുടങ്ങുന്നു. അദ്ദേഹത്തിനോടൊപ്പം ചില ബലിമൃഗങ്ങൾ കൂടി ഉണ്ടായിരുന്നു. പോലീസ് അത് തടയുന്നു. കൃത്യമായി പറയുകയാണെങ്കിൽ അന്ന് മുതലാണ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതായത് ഈ ആരാധനാലയത്തിലൂടെ
തിരുപ്രം കുണ്ട്രത്തിന്റെ മുന്നിലൂടെ ഇത്തരത്തിൽ ബലിമൃഗങ്ങളെയുമായി കൊണ്ടുപോകുക, ഭക്ഷണ പദാർത്ഥങ്ങൾ, നോൺ വെജ് അടക്കമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, മാംസാഹാരം ഉൾപ്പെടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അതുവഴി കൊണ്ടുപോകുക, മനഃപൂർവ്വമായി ചില സംഘർഷ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ ബോധപൂർവമായി ഉണ്ടാകാൻ തുടങ്ങിയിരുന്നു. അത്തരത്തിലുള്ള ചെറിയ ചില നീക്കങ്ങൾ ഉണ്ടായി പിന്നീട് അവിടെയുള്ള IUML MP-യും DMK-യുടെ MLA-യും കൂടെ ചേർന്ന് പ്രസ്താവിക്കുകയാണ് ആ പ്രദേശം വഖഫിൻ്റെതാണ് എന്ന്. അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതൊരു ആസൂത്രിതമായ ഒരു നീക്കമായിരുന്നു. താങ്കൾ പറഞ്ഞതുപോലെ പ്രശ്നം പെട്ടെന്ന് പൊട്ടിമുളച്ചതല്ല. അവിടെ മറ്റാരുടെയോ ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായി പതിയെ ഇത് കൊണ്ടുവന്ന് ഹിന്ദുക്കൾക്ക് മേൽ കടന്നു കയറാനുള്ള ഒരു തീവ്ര ശ്രമം അവിടെ നടത്തുകയായിരുന്നു ശ്രീ സേനാപതി വേണു. അല്ല, ഒരിക്കലുമല്ല. ഞാൻ പറഞ്ഞല്ലോ, 87 അവിടെ സന്ദർശനം നടത്തിയ, അവിടെ പോയിട്ടുള്ള, അന്ന് അവിടെ വിദ്യാർത്ഥിയായിരുന്ന ഒരു ആള്, ഞാനുമായിട്ട് വളരെ അടുത്ത് പരിചയമുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അന്ന് അവിടെ ബിരിയാണി കഴിച്ചിട്ടുണ്ട്, മാംസം ബിരിയാണി, അന്ന് ചിക്കൻ ബിരിയാണി, മട്ടൺ ബിരിയാണി അന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പൊ അന്നും 87 കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? അപ്പൊ ഇത് ബലിമൃഗത്തെ ഇനി അവിടെ കൊണ്ടുപോയിട്ടുണ്ടോ, നേരിട്ട് കൊണ്ടുപോകാവോ എന്ന് എനിക്കറിയത്തില്ല. ജീവനോടെയുള്ള മൃഗത്തെ കൊണ്ടുപോകാവോ ഒന്നും അറിയത്തില്ല. പക്ഷെ അവിടെ ബിരിയാണി അതിന് മുകളിൽ വെക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അത് ചരിത്രമാണ്. പക്ഷെ ഇപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ തർക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഞാൻ രോഹിണി, ഇത് ഹൈന്ദവ വിശ്വാസമോ മുരുക വിശ്വാസത്തിനെതിരെയുള്ള കടന്നാക്രമണമോ ഒന്നുമല്ല. ഇത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ചില അജണ്ടയുടെ ഭാഗമായിട്ട് ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു. അത് വരും ദിവസങ്ങളിൽ, പിന്നെ ഇംപീച്ച്മെന്റുമായിട്ടുള്ള വിഷയങ്ങൾ, അത് നിയമപരമായ കാര്യമാണ്. എന്താണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമെന്ന് ചോദിച്ചാൽ, ഇപ്പൊ പറയുന്ന ഈ പില്ലർ അല്ലെങ്കിൽ പോള്, അവിടെ ഈ ദീപം ജ്വലിപ്പിക്കൽ അത് വർഷങ്ങളായോ നൂറ്റാണ്ടുകളായോ എന്ന് എനിക്കറിയില്ല, ഏതായാലും ഒരു 50 വർഷമായിട്ട് അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് അവിടവുമായി ബന്ധപ്പെട്ട അനുഭവമുള്ളവർ പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഇന്നലെയോ കഴിഞ്ഞ ആഴ്ചയോ ഇല്ലെങ്കിൽ ഈ കൊല്ലം ഇതിങ്ങനെ അവിടെ തന്നെ ഈ ദീപം ജ്വലിപ്പിക്കണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ചിലർ വരികയും അതിന് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും കോടതി അതിന് അനുകൂലമായ വിധി ഉണ്ടാവുകയും അതിന്റെ വിധിക്കെതിരെയൊക്കെ സുപ്രീം കോടതി വരെയൊക്കെ നിൽക്കുന്നു എന്നുള്ളത് നിയമപരമായ കാര്യങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഇഷ്യൂ, അത്തരം നിയമപരമായ കാര്യങ്ങൾ അങ്ങനെ പോയിക്കോട്ടെ, പക്ഷേ അവിടെയും എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു വിധി അല്ലെങ്കിൽ അത്തരത്തിലൊരു നിരീക്ഷണം നടത്തിയ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണം എന്നാവശ്യപ്പെടുന്നത്? നിയമത്തിന്റെ വഴിക്ക് പോയാൽ മതിയായിരുന്നല്ലോ. പ്രത്യേകിച്ച് ആ അസഹിഷ്ണുത അത് ആ നിയമവ്യവസ്ഥയോട് തന്നെ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഞാനൊരു അഭിഭാഷകനാണ്. 30 കൊല്ലമായിട്ട് അഭിഭാഷക വൃത്തിയിലുള്ളയാൾ. ഒരു ജഡ്ജിയെ വിമർശിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം ജഡ്ജിമെന്റിനെ വിമർശിക്കാൻ ഇപ്പൊ ശ്രീ പത്മനാഭ സാർ ഇരിക്കുന്നു, ഈ നാഷണൽ ലീഗിന്റെ നേതാവ് അഭിഭാഷകനാണോ എന്ന് എനിക്കറിയില്ല, ജലീൽ പുനലൂര്, അല്ലെങ്കിലും നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ജഡ്ജിയെ വിമർശിക്കുന്നില്ല, ജഡ്ജിമെന്റിനെയാണ് വിമർശിക്കുന്നത്. ഇവിടെ ഈ ജഡ്ജിമെന്റിൽ ഒരുപാട് ദുരൂഹതയുണ്ട് രോഹിണി. അതായത് ഇവിടെ നിങ്ങൾ പറയുന്ന പോലെ ഈ ദീപം ജ്വലിപ്പിക്ക ആ ഭാഗത്തില്ല. ഇനി പണ്ടെങ്ങോ നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ ഒരു ഇപ്പോഴത്തെ സമീപകാലത്തെ ഒരു 50-100, അതാണല്ലോ നമ്മുടെ ഒരു ഈ കാലഘട്ടം എന്ന് പറയുന്നത്, പ്രസന്റ് കാലഘട്ടം, അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അത് ചില വർഗീയത ഇളക്കി വിടുന്നതിനും ആ വർഗീയത ഇളക്കി വിടല് അത് അണ്ണാമലയാണ്. അണ്ണാമലയെ നമുക്കറിയാമല്ലോ, ചാട്ടവാറ് കൊണ്ട് ശരീരത്തെ അടിച്ച് പുള്ളി സ്വയം പീഡനമേറ്റതൊക്കെ നമ്മൾ കണ്ടല്ലോ. നടപ്പും ചാട്ടവാറടിയും ഉണ്ടായുള്ളൂ, കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പോ ഇനിയിപ്പോ അവിടെ നടക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് വർഗീയമായ ഒരു ധ്രുവീകരണമാണ്. ഒരു സംശയവും വേണ്ട. തിരുപ്പറം കുണ്ട്രത്തിലെ മുരുകനോ അല്ലെങ്കിൽ അപ്പുറത്തുള്ള പളനിയാണ്ടോ മുരുകനോ ഒന്നും ഈ വിഷയമല്ല. അവിടെ മുരുകഭക്തർക്ക് അവർ ഹരഹരെ വിളിച്ച് മുരുകന്റെ അടുത്ത് പോകുന്നു, അവർ കാവടി തുള്ളുന്നു, അവർക്ക് ആർക്കും ഒരു തടസ്സവുമില്ല. ഇത് ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ ചില മുതലെടുപ്പിനുള്ള വർഗീയത ഇളക്കി വിട്ടുകൊണ്ട് 2026 നിയമസഭാ കേരളത്തിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലമാണ് തമിഴ്നാട്. അതിനുവേണ്ടി ഇളക്കി വിട്ടിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് വർഗീയത ഇളക്കിവിടൽ, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, ഇപ്പൊ ആരാധനാലയങ്ങളുടെ ചുറ്റുമാണല്ലോ വർഗീയത വല്ലാതെ വരുന്നത്. അവിടെ മാന്തണം, ഇവിടെ കുഴിക്കണം, ഇവിടെ നോക്കണം. ഇത് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് തമിഴ്നാട് പോലെ ഉള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സ്റ്റാലിന്റെ ഭാര്യയാണ് ഗുരുവായൂർ വന്ന്, അവരുടെ പേര് ദുർഗ എന്നാണ്, സബ്ജക്ട് ടു കറക്ഷൻ, ദുർഗ. അവര് ഗുരുവായൂരപ്പന് കിരീടം സമർപ്പിച്ചത്. അവരൊക്കെ വലിയ വിശ്വാസികളാണ്. ഈ തമിഴ്നാട്ടിലുള്ള ഈ DMK-കാരൊക്കെ കാര്യം ഇവര് നിരീശ്വരവാദം ഇതൊക്കെ പറയുമെങ്കിലും അവരെല്ലാം വലിയ വിശ്വാസികളും ഏറ്റവും കൂടുതൽ ശബരിമലയിൽ അയ്യപ്പനെ ദർശിക്കാൻ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തന്മാരാണ്. അവർ ബഹുഭൂരിപക്ഷം DMK, അണ്ണാ DMK, ഈ ദ്രാവിഡ കൾച്ചറിലുള്ളവരാണ്. അവരുടെ ഭാര്യമാരൊക്കെ വലിയ വിശ്വാസികളും ക്ഷേത്രങ്ങളിൽ അമ്മൻകുടം തൊള്ളലും ഇതെല്ലാം അവര് പാലിക്കുന്നവരാണ്. അതുകൊണ്ടാണ് സ്റ്റാലിന്റെ ഭാര്യ അവര് ഗുരുവായൂർ വരികയും ഗുരുവായൂരപ്പന് കിരീടം സമർപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം അവരൊന്നും ഹിന്ദുത്വത്തിനെതിരാണെന്നോ ഹിന്ദുധർമ്മത്തിനെതിരാണെന്നോ ഇല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം ഹിന്ദു വിശ്വാസത്തിനോ അല്ലെങ്കിൽ ഹിന്ദുത്വത്തെ തകർക്കാനാണോ എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ഉയർന്നിരിക്കുന്ന
ഈ ഈ എന്താ പറഞ്ഞ അണ്ണാമലെ ഇപ്പോ ഈ വിഷയവുമായിട്ട് വന്നിരിക്കുന്നത് അത് കേവലം രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. അത് തമിഴ്നാടിന്റെ പൊളിറ്റിക്സ് അറിയാവുന്നവർക്കറിയാം. ഇതൊന്നും അത് തമിഴ്നാട്ടിൽ അത്ര പെട്ടെന്ന് അത് ഫലപ്രദമാവില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇംപീച്ച്മെന്റ് നടപടികളൊക്കെ അത് നിയമപരമായിട്ടുള്ള കാര്യമാണ്, അത് പോകട്ടെ. മറിച്ച് വർഗീയത ഇളക്കി വിട്ടുകൊണ്ട് ആ വർഗീയതയിലൂടെ നാടിനെ വിഭജിക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമമാണ്. ആ ശ്രമം ആരും നടത്തുന്നതും അത് ഗുണകരമാവില്ല, അത് ദോഷകരമാകുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശ്രീമതി രോഹിണി.